നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുറൈശികൾ ദഅവത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി അബൂ താലിബിനെ സമീപിച്ചു. അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും നല്ല സ്നേഹത്തിൽ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബി തങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് അബൂ താലിബാണ്. അബൂ താലിബ് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ദീനിന്റെ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അമ്മാ വല്ലാഹി ലൗ വലഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ ശിമാലി അലാ അൻ അത്റുക ഹാദൽ അംറ ഹത്താ യുൽഹിറുല്ലാഹ് ഔ അഹ്ലിക ഫീഹി മാ തറക്തുഹു. ഒന്റെ കയ്യിൽ, ഒരു കയ്യിൽ വലത് കയ്യിൽ സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രനും വച്ച് തന്നാൽ പോലും ഇതാ ഞാൻ ഈ ശ്രമത്തിൽ നിന്നും ഈ ദഅവത്തിൽ നിന്നും ഞാൻ പുറകോട്ട് പോവുകയില്ല. ഒന്നുകിൽ ഹത്താ യുൽഹിറുല്ലാഹു ഫീ, ഒന്നുകിൽ ഈ മാർഗത്തിൽ എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കും, അല്ല എങ്കിൽ ഈ മാർഗത്തിലായിക്കൊണ്ട് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കും. ഈ മാർഗത്തിലായിരിക്കും ഞാൻ നശിച്ചാലും ശരി, ഞാൻ വിജയിച്ചാലും ശരി, ഞാൻ ഈ മാർഗത്തിൽ തന്നെയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രലോഭനവുമായിട്ട് വന്ന അബൂ താലിബിനോട് പറയുകയുണ്ടായി. പ്രകോപനങ്ങളാകട്ടെ എന്ത് തന്നെ നമുക്ക് മുന്നിലേക്ക് വന്നാലും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബാധ്യതയാക്കിയിട്ടുള്ളത്. തക്ബീറിലെ രണ്ടാമത്തെ ആശയം അത് ഇസ്ലാമിന്റെ മുഖമുദ്രയായ തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതില്ലാതെ ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല. തൗഹീദല്ലാത്ത ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തൗഹീദിന് നിരക്കാത്ത, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ തൗഹീദ് ഉണ്ടല്ലോ, ആ തൗഹീദ് അതാണ് തക്ബീറിന്റെ രണ്ടാമത്തെ വാചകം. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു ഏറ്റവും വലുത്, അല്ലാഹു ആകുന്നു എന്നുള്ള തൗഹീദിന്റെ അടിസ്ഥാനപരമായ ഈ വചനം, അതിന് വിരുദ്ധമായ ഒരു പ്രവർത്തനവും ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലും ഒരു അധികാരത്തിന്റെ പേരിലും ഒരു താൽപര്യങ്ങളുടെ പേരിലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഇതര മനുഷ്യരോട് ഏറ്റവും മാനവികമായി പെരുമാറുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതായത് മറ്റു മനുഷ്യരോട് മനുഷ്യത്വപരമായി പെരുമാറുന്നതിൽ, മനുഷ്യത്വപരമായി ഇടപെടുന്നതിൽ മുസ്ലിമീങ്ങൾ മുൻപന്തിയിലാണ്. ആരുടെ മേലും കലിമ അടിച്ചേൽപ്പിക്കാറില്ല. അല്ലാഹു തആല പറഞ്ഞതെന്താ? ഫമൻ ശാഅ ഫൽയുമിൻ, ഇത് ഇഷ്ടമുള്ളവർ വിശ്വസിച്ചു കൊള്ളട്ടെ, വമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമില്ലാത്തവർ നിഷേധിച്ചു കൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല. അല്ലാഹു തആല പറഞ്ഞതെന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ ദീനിന്റെ കാര്യത്തിൽ യാതൊരു കടുംപിടുത്തവുമില്ല. ഇത് അള്ളാഹുവിന്റെ നിലപാടാണ്, ഇത് അള്ളാഹുവിന്റെ നിലപാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത് അതാണ്. അതുകൊണ്ട് തന്നെ